മേട വിഷു പൊൻപുലരിയിൽ എല്ലാ കേരളീ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വിഷുക്കാലം സംഗീതാത്മകമാക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് സുദീപ് കുമാറാണ്. നമസ്കാരം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എൻ്റെയും എല്ലാവിധ ഐശ്വര്യവും നിറഞ്ഞ വിഷു കൈരളി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അനീഷയ്ക്കും പ്രത്യേകമായിട്ട് താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. ചേട്ടാ, വിഷു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഓടി വരുന്നത് എന്തായിരിക്കും? വിഷു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് ആദ്യം കൈനീട്ടമാണല്ലോ. പിന്നെ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ കണി. ഇപ്പോഴും ഈ എൻ്റെ മനസ്സിൽ വിഷു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കൊന്നപ്പൂക്കൾ. അതാണ് അതിൻ്റെ ഒരു ഈ മഞ്ഞ നിറം. എങ്ങോട്ട് നോക്കിയാലും വെയിൽ, കത്തുന്ന വെയിലിൽ ഇങ്ങനെ സ്വർണ്ണം തിളങ്ങുന്നത് പോലെ തിളങ്ങുന്ന പൊൻപ്രഭയിൽ ഇങ്ങനെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന ആ ഒരു ദൃശ്യം കേരളത്തിൽ ഈ സമയത്ത് എവിടെ പോയാലും കാണാം. അതൊരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. എപ്പോഴും അത് തന്നെയാണ് വിഷു എന്ന് പറയുമ്പോൾ. പിന്നെ ഈ ഞങ്ങൾ ആലപ്പുഴ ജനിച്ചു വളർന്നവർ. ഞാൻ ആലപ്പുഴ ജനിച്ചു വളർന്ന ആളാണ്. പിന്നീടാണ് മറ്റു പല സ്ഥലങ്ങളും താമസിച്ചത്. അപ്പം ആലപ്പുഴക്കാർക്ക് വിഷു എന്ന് പറയുന്നതിന് കണിയും ഇത് മാത്രമല്ല, ആലപ്പുഴ സൈഡിലും പിന്നെ കുറച്ച് അങ്ങോട്ടുമൊക്കെ ഇത് പടക്കം, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിക്കുന്നത് വിഷുവിനല്ല. തിരുവനന്തപുരം സൈഡിൽ ആണ് കൂടുതലും ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വിഷുവിനാണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ അട്രാക്ഷനായിരുന്നു. മറ്റൊരു ആഘോഷത്തിനും അതില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ അച്ഛൻ പടക്കം പൊട്ടിക്കാൻ വാങ്ങിക്കൊണ്ട് വരും. പക്ഷേ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അത്ര ശബ്ദമുള്ളത് പൊട്ടിക്കില്ല. എനിക്ക് ഒരു 5 വയസ്സോ 4 വയസ്സോ ഉള്ള സമയത്ത് വീട്ടിലൊരു വിഷുവിന് അച്ഛൻ പടക്കം പൊട്ടിച്ചിട്ട് അത് നമ്മുടെ എന്താ പറയുക, പൂത്തിരി എന്ന് പറയില്ലേ, പടക്കമല്ല, പൂത്തിരി കത്തിച്ചിട്ട് അത് നന്നായിട്ട് കത്തിയില്ല. അപ്പോൾ കുറച്ച് നേരം എന്നിട്ട് സ്പാർക്ക് കഴിഞ്ഞിട്ട് അത് പോയി. അപ്പോൾ അച്ഛൻ അവിടെ ചെന്ന് ഇത് കയ്യിലെടുത്ത് വെച്ചിട്ട് അതിങ്ങനെ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും കത്തിക്കാം. അപ്പോൾ കയ്യിലിരുന്നിട്ട് ഇത് ബ്ലാസ്റ്റ് ചെയ്തു. അങ്ങനെ അച്ഛൻ്റെ കൈ കംപ്ലീറ്റ് ബേണായിപ്പോയി. അതാണ് വിഷുവിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഒരു പേടിപ്പിക്കുന്ന ഒരു ഓർമ്മ, കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മ. പിന്നെ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളോളം പിന്നെ പടക്കം വാങ്ങിച്ചില്ല. കൈ പിന്നീട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് നന്നായിട്ട് ബേണായി. പക്ഷെ പിന്നീട് നോർമലായി. അപ്പോൾ വർഷങ്ങളോളം പിന്നെ പടക്കം കിട്ടാത്ത വിഷുവിനെ കുറിച്ചുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ. പിന്നീട് വലുതായപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ അങ്ങനെ പടക്കമൊന്നും പൊട്ടിക്കാറില്ല. ഞങ്ങളൊക്കെ എറണാകുളത്ത് ഫ്ലാറ്റിൽ ജീവിക്കുന്നവരാണ്. അവിടെ പടക്കം പൊട്ടിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ കുട്ടികൾക്കൊന്നും അങ്ങനെ വിഷുവിന് പടക്കം പൊട്ടിച്ചുള്ള ഒരു ആഘോഷമില്ല. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു സംഗീതാത്മകമാക്കാനായിട്ടാണ് സുദീപേട്ടൻ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംഗീതത്തിൽ നിന്ന് തന്നെ നമുക്ക് വിഷുവിൻ്റെ ഈ ഒരു വിഷു എന്ന് പറയുമ്പോൾ വിഷുപ്പാട്ടും അല്ലേ, വിഷുപക്ഷി പാട്ട് എന്നൊക്കെ പറയാറുണ്ട്. വിഷുപക്ഷി പാടുന്നു എന്ന് പറയാറുണ്ട്. പിന്നെ നമുക്ക് ഒരു കാലത്ത് സിനിമകളിലൊക്കെ വിഷു മെൻഷനുള്ള വിഷുപ്പാട്ടെന്നല്ലെങ്കിൽ പോലും വിഷുവിൻ്റെ ബിംബങ്ങളൊക്കെ ഉള്ള പാട്ടുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ വിഷു എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന പാട്ട് വെള്ളിയുദിച്ചു വെള്ളിയുദിച്ചു മാനം മീതെ വെള്ള വിരിച്ചു വെള്ളാരം കൽപ്പടവിൽ വെള്ളോടിനൊരുളിയിൽ വെള്ളരിപ്പൂക്കണി വച്ചു വിഷുപ്പൂക്കണി വച്ചു കണി കാണാൻ വന്നാട്ടെ കണി കാണാൻ വന്നാട്ടെ കറുത്ത പെണ്ണേ കിളുന്നു പെണ്ണേ 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 ഓ കൈതപ്പുഴ കായലിലെ ഓ ഓ കാറ്റിൻ്റെ കൈകളിലെ ഓ ഓ കളിച്ചിരി മാറാത്ത കണ്ണിയോളമേ. ആലപ്പുഴയിൽ നിന്ന് വന്ന ആൾക്ക് എന്തായാലും ഈ പാട്ട് തന്നെ ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുക അല്ലേ? അത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ അതിലുണ്ട്. പിന്നെ എപ്പോഴും മലയാളികൾക്ക് ഏത് ആഘോഷം വന്നാലും, ഓണം വന്നാലും വിഷു വന്നാലും ദീപാവലി വന്നാലും ഏത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഏത് ആഘോഷം വന്നാലും പാടാൻ പാട്ടുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് മഹാന്മാരായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ദേവരാജ മാസ്റ്ററുടെ പാട്ടുകൾ എല്ലാ കൺസെപ്റ്റിലും ഉണ്ട്. അപ്പോൾ ഇത് ശിഷ്യനായിരുന്നില്ലേ? അതെ അതെ. അപ്പം മാസ്റ്ററുടെ ഈ പാട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് വിഷു വന്ന ഒരു പ്രതീതി. എന്നാൽ അതൊരു കായലിലൂടെ ഒരാൾ പാടിപ്പോകുന്ന ഒരുപാട് ചിത്രങ്ങൾ മനസ്സിൽ സമ്മാനിക്കുന്നുണ്ട്. കൈതപ്പുഴ എന്ന് പറഞ്ഞ എവിടെയാണെന്ന് അറിയാമോ മനുഷ്യരെ? ഞാൻ ഈ കൈതപ്പുഴ എവിടെയാണ്, കൈതപ്പുഴ കായൽ, കൈതപ്പുഴ എന്ന് പറഞ്ഞ പുഴയല്ല, കൈതപ്പുഴ കായൽ എവിടെയാണെന്ന് ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ആലോചിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. ഈ അടുത്ത് ഒരു ഗുണമുണ്ടായി. നമ്മുടെ എറണാകുളം ആലപ്പുഴ ഹൈവേ സൈഡ് മൊത്തം റോഡ് പണി നടക്കുന്നതുകൊണ്ട്
ഞങ്ങൾ പലപ്പോഴും ഈ തിരുവനന്തപുരത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് സൗത്ത് സൈഡിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ എറണാകുളത്ത് നിന്ന് അരൂർ വന്നിട്ട് അരൂർ ഒരു ടോളുണ്ട്, അരുക്കുറ്റി പോകുന്ന അവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് അതുവഴി പൂച്ചാക്കൽ വഴി ചേർത്തല വഴി ഹൈവേയിൽ വരുന്ന അങ്ങനെ ഒരു റോഡുണ്ട്. അതുവഴിയാണ് മിക്കവാറും യാത്ര. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു പാലത്തിൻ്റെ ഒരു ബോർഡ് കൈതപ്പുഴ കായൽ, അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ മനസ്സിലായി അവിടുന്ന് അധികം ദൂരമില്ല വയലാർ. വയലാർ സാറ് ആ കായലിന്റെ സൗന്ദര്യം മനസ്സിൽ വെച്ചിട്ടാണല്ലോ എഴുതിയിട്ടുള്ളത്. പണ്ട് ഈ കവികളെല്ലാവരും അങ്ങനെയാണല്ലോ, അവർ ജീവിച്ച ചുറ്റുപാടും അല്ലെ അവർ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതായ സാഹചര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ പൊൽത്തിങ്കൾ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നിന്ന് എഴുതിയത് കൈലാസം പോയി കണ്ടിട്ടല്ലല്ലോ ONV സാറ്. ഈ സ്ഥലങ്ങളുടെ പേര് പല പാട്ടുകളുണ്ട് ഇതുപോലെ. ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു കഥയാണ്. MD വാസുദേവൻ നായർ സാർ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമയ്ക്ക് ഭാസ്കര മാഷ് പാട്ട് എഴുതി. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, മഞ്ഞണി പൂനിലാവ് എന്നുള്ള പാട്ടാണ്. അതിൻ്റെ അനുപല്ലവം ഇങ്ങനെയാണ്: താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ. ജാനകിയമ്മ പാടിയ പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് എഴുതി മ്യൂസിക് ചെയ്ത് ബാബുരാജ് സാറാണ് മ്യൂസിക്. അത് കഴിഞ്ഞിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോൾ MD സാറ് ഭാസ്കര മാസ്റ്ററോട് ചോദിച്ചു, ഈ താന്നിയൂർ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ അങ്ങനെ ഒരു അമ്പലത്തെക്കുറിച്ച് കേട്ടറിവില്ലല്ലോ. അപ്പോൾ ഭാസ്കര മാഷ് പറയുകയാണ്, ഈ കേട്ടപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് എവിടെയോ ഉള്ളൊരു ക്ഷേത്രമായിട്ട് തോന്നിയോ? അത് തോന്നിയാൽ മതി, അത്രേ ഉള്ളൂ. അതാണ് മേക്ക് ബിലീഫ് എന്ന് പറയില്ല. സിനിമ എന്ന് പറയുന്നതാണ് നമ്മളെ വിശ്വസിപ്പിക്കലാണ്. അങ്ങനെ ഒരു അമ്പലമില്ല, അങ്ങനെ ഒരു ക്ഷേത്രമില്ല. അത് ശരി. പക്ഷെ ഇപ്പൊ പറയുമ്പോ പോലെ ഞാൻ വിശ്വസിച്ചോണ്ടിരിക്കുക ഇനി ആ ക്ഷേത്രം ഉണ്ട്. അങ്ങനെ ഒരു അമ്പലമേ ഇല്ല കേരളത്തിൽ. താന്നിയൂർ അമ്പലം എന്ന് പറഞ്ഞ അമ്പലം ഇല്ല. എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ചില വാക്കുകൾ പുതിയതായിട്ട് കവികൾ ഉണ്ടാക്കിയെടുക്കും. പാട്ടുകളിലൊക്കെ അവർ ഭാഷയ്ക്ക് ഒരുപാട് പദങ്ങൾ ഈ പാട്ടെഴുത്തുകാർ സംഭാവന ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചില സ്ഥലനാമങ്ങളും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ സമയമെടുക്കും അതൊക്കെ ആലോചിച്ച് ഓർത്ത് പറയണേ, കുറേ ഉണ്ട് അതുപോലെ. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കൗതുകങ്ങളാണ്. അങ്ങനെ അതൊക്കെ അതായിരിക്കും അല്ലേ, പല സ്ഥലത്തും സിനിമയുടെ പേര് വന്നതിന് ശേഷം ആ സ്ഥലങ്ങളെല്ലാം ആ പേരിൽ പിന്നെ അറിയപ്പെടാറുണ്ട്. ഇപ്പം കിരീടം പാലം. അതെ, അങ്ങനെയുണ്ട്. ചില സ്ഥലങ്ങൾ അവിടെ ഷൂട്ടിംഗ് നടന്നു കഴിയുമ്പോൾ പിന്നെ അതിന്റെ പേരിൽ അങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ് വരും. പിന്നെ ഈ പാട്ടുകളിലൂടെ ഈ പല സ്ഥലനാമങ്ങളും നമുക്ക് പരിചിതമാവും. ഇപ്പം തിരുമാന്താംകുന്നൊന്നും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം പിന്നെ തൃക്കാക്കര പൂപോരാഞ്ഞ് ഇതെല്ലാം ഓരോ സ്ഥലമാണല്ലോ. തൃക്കാക്കര പൂപോരാഞ്ഞ് പൂപോരാഞ്ഞ് തിരുമാന്താംകുന്നിലെത്തിയ തെക്കൻ കാറ്റ് എന്നൊരു പാട്ടുണ്ടല്ലോ. അപ്പോൾ തിരുമാന്താംകുന്ന് ഇതെവിടെയാണ്? അപ്പോൾ പിന്നീടാണ് ആ സ്ഥലം നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്നും അവിടെ ഒരു സ്ഥലം ഉണ്ടെന്നും നമ്മൾ മനഃപൂർവ്വം പോകുകയല്ലെങ്കിൽ നമ്മൾ യാത്രകളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതാണല്ലേ എന്ന് തോന്നും. ഇത് തന്നെയാണ് സുദീപേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതൊരു പാട്ടും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയായിരിക്കും പാടുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ പാട്ടുകളെല്ലാം ദേവരാജൻ മാഷിൻ്റെ പാട്ടുകളാണ്, അതുപോലെ വയലാർ എഴുതിയ വരികളാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് അർത്ഥം കണ്ടുപിടിച്ചു. പിന്നെ ആ പുഴ എവിടെയാണ്, കായൽ എവിടെയാണ് എന്ന് വരെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു കോയിൻസിഡന്റ് ആയിട്ട് സംഭവിക്കുന്നതാണോ അതോ ഇതിനു വേണ്ടി എന്തെങ്കിലും? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ പല കാര്യങ്ങളും എപ്പോഴും നമ്മൾ അന്വേഷണം എന്ന് പറയുന്നത് ഓൾവേസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം യാത്ര ചെയ്ത് വരുമ്പോഴും നമ്മൾ ഓരോ സ്ഥലത്തും നമുക്ക് കിട്ടുന്നതെല്ലാം അറിവുകളാണ്. അത് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള സംഗീതത്തിന് വേണ്ടിയുള്ള മറ്റ് അറിവുകളുണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്താണ് പോകുന്നത്. ഇതുപോലെ തന്നെ ഒരു സംഭവം പറയാം. കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് ഞാൻ പാലക്കാട് ഒരു സംഗീത കച്ചേരിക്ക് പോയി. പാലക്കാട് പട്ടാമ്പിയിലുള്ള ഒരു അമ്പലത്തിലൊരു കച്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെ വൈഫും ഉണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ എൻ്റെ വൈഫ് അവിടെ പഠിച്ച ആളാണ്. അപ്പോൾ അവിടെയൊക്കെ കയറി നല്ല രസമാണ് അവിടെ ആ സ്ഥലമൊക്കെ എന്ന് പറയുന്നത്. എപ്പോഴും വൈഫിനെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എനിക്ക് പ്രത്യേകിച്ച് അതിനോടൊരു ഇഷ്ടമുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ കയറി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയം നേരത്തെ ഇറങ്ങി വിട്ട് നിങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു വലിയ ബോർഡ് കാണാം, ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാം. ആ ആർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നു അന്തിമഹാകാളൻ കാവ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്ന അന്തിമഹാകാളൻ കാവ്. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അപ്പോൾ മഹാകാളൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണല്ലോ. അപ്പം അന്തിമഹാകാളൻ കാവ്. അപ്പോൾ ഞാൻ അന്തിമഹാകാളൻ കാവ് അങ്ങനെ 5-6 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ലൈറ്റ് അടിച്ചത്. കാര്യം ഞാൻ ഒരു പാട്ട് ഒടിയനിലെ പാട്ടിൽ
അന്ത്യാളൻ കാവിൽ കൊണ്ടുപോവാമെന്നുണ്ട്. ആ ശരി. ഈ അന്തിമഹാകാളൻ കാവ് എന്നുള്ളത് പറഞ്ഞാണ് നമ്മൾ തിരുവനന്തപുരം എന്ന് പറയില്ല, തിരുവനന്തപുരം എന്ന് പറയും. അല്ലെങ്കിൽ ബാലരാമപുരം എന്ന് ആരും പറയാറില്ല, ബാലരാമപുരം എന്നല്ലേ പറയുന്നത്. ചേട്ടാ ഒടിയനിലെ പാട്ട് ഒന്ന് പാടാവോ? പാടാം. അന്ത്യാളൻ കാവ് എന്ന് വരുന്നുണ്ട്, അലനെല്ലൂർ കാവ് എന്ന് വരുന്നുണ്ട്. അതിനകത്ത് പല പാലക്കാട്ടെ മനോഹരങ്ങളായ പല ഗ്രാമങ്ങളുടെയും പേര് പാട്ടിലുണ്ട്. ഈ 10 വെളുപ്പിന് എന്ന് പറഞ്ഞ പാട്ടിലും അതുപോലെ ഉണ്ടല്ലോ. കിള്ളിക്കുറിശിയിൽ വരവേൽപ്പ്, അല്ലെങ്കിൽ മായന്നൂർ കാവിൽ പുള്ളിപ്പുലി കളി എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലനാമങ്ങളൊക്കെ നമുക്ക് പലതും അറിയുന്ന പാട്ടിലൂടെയാണ്. നമ്മളിവിടെ ഒന്നും പോയിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് പണ്ട്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഈ പാട്ടിലങ്ങ് പാടി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്ത് ചേട്ടൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഒരു കൗതുകമാണ്. കൗതുകം മാത്രമല്ല, നമ്മളൊരു സന്തോഷമാണ്. നമ്മൾ കേട്ടറിവുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഓരോ സ്ഥലത്തിനും അതിന്റെ സൗന്ദര്യമുണ്ട്, ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള തനതായ സൗന്ദര്യമുണ്ട്. അപ്പൊ ഈ പാട്ടിൽ പറയുന്ന പോലത്തെ സൗന്ദര്യമൊക്കെ അവിടെ കാണുന്നുണ്ടോ? അത് ഞാൻ അതിനുള്ളിൽ കയറി കാണാൻ പറ്റിയില്ല, അപ്പൊ പോകുന്ന വഴിയായുണ്ട്. ഇനിയൊരു സമയത്ത് അവിടെ പോകണമെന്നുണ്ട്. നമ്മളുടെ പാട്ടിലുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകാനാണ്? അല്ല, നമ്മളെങ്കിലും ആ നാട്ടിലുള്ളവരെ സംബന്ധിച്ച് അത് അവരുടെ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യ സ്ഥാനമായിട്ട് അവർ കരുതുന്നതായിരിക്കുമല്ലോ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയും. നമുക്കതൊരു കൗതുകവും നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു സന്തോഷവും. അപ്പോൾ ഒരു പാട്ട് കേൾക്കാം. കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം, കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. പുല്ലാനിക്കാടും കാണാം, വെള്ളാമ്പൽ പൂവും നുള്ളാം, മാനോടും മേട്ടിൽ കൊണ്ടുവാം, പിന്നെ കൊണ്ടുവരാം കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവരാം. കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ കൈതോലപ്പായ നിനക്ക് കാഴ്ച വെക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. പണ്ട് അതൊരു വലിയ പ്രഷ്യസ് ഗിഫ്റ്റാണ്. ഇന്നത്തെ പോലെ ഒരു പഴയ കാലത്ത് ചിന്തിക്കുമ്പോൾ ഈ നമ്മൾ വീട്ടിലന്ന് ബെഡിലല്ല ആളിൽ കിടക്കുന്നത്, പായല കൈതയുടെ ഓല കൊണ്ടുണ്ടാക്കുന്ന പായ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആണ്. അപ്പൊ അതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കാണ്. കൈതോല പായ കൊണ്ടുപോകാൻ അത് കൊടുത്ത് പായ കൊടുത്ത ആവശ്യമില്ല. ബെഡിൽ കിടന്നുള്ള പായ കൊടുത്ത് നമുക്ക് അല്ല അന്ത്യാളം കാവിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ എന്തുകൊണ്ടാണ് അന്ന് പോയിട്ടും കൊണ്ടുപോയില്ല, മുന്നിൽ കൂടെ കൊണ്ടുപോയുള്ളൂ. ഇനി ഒരു ദിവസം എന്നെ അന്ത്യാളം കാവിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകാം. ഈ വിഷുക്കാലത്തെങ്കിലും ചേട്ടാ അതൊന്ന് സാധിച്ചു കൊടുക്കണേ കേട്ടോ. ഇനിയിപ്പോ വിഷുവായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ വിഷുവിന്റെ ആൽബം സോങ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2 പാട്ടുകൾ ഈ വർഷം പാടിയത് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ആദ്യം ഇറങ്ങിയത് ശ്രീ അനിൽ ഗോപാലൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ടാണ്. അതൊരു കൃഷ്ണഭക്തി ഗാനമാണ്. വിഷുവിന് പലപ്പോഴും ഇറങ്ങുന്നത് ഇപ്പോൾ കണി കാണുന്ന നേരം, അതൊക്കെ വിഷുവിന് നമുക്ക് അത് വിഷുവുമായിട്ട് നേരിട്ട് റിലേറ്റ് ചെയ്യുന്ന പാട്ടാണ്. കണി കാണുന്ന നേരം കമലാ നേത്രൻ്റെ, അത് നേരത്തെ പറഞ്ഞ പോലെ വയലാർ ദേവരാജ മാസ്റ്ററുടെ പാട്ടാണ്. പുതിയ കാലത്ത് പലപ്പോഴും സിനിമകളിൽ അങ്ങനെ വിഷു പാട്ടുകൾ കുറവാണ്. ഇപ്പോൾ സിത്താര പാടിയ ഒരു പാട്ടുണ്ട്, നമ്മുടെ ഏതാണ് ഗോദ എന്ന സിനിമയിൽ, പൊന്നിൻ കാണിക്കൊന്ന അടിമൂടി പൂത്തൊരുങ്ങി പാട്ടില്ലേ. എനിക്ക് മുഴുവനായിട്ട് അറിയില്ല പാട്ട്, പക്ഷെ അത് വിഷുവിൻ്റെ മെൻഷൻ ഉണ്ട് അതിന്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരു വിഷുവിന് ഒരു പാട്ട് അതിറങ്ങി, അതൊരു കൃഷ്ണഭക്തി ഗാനമാണ്. പിന്നെ ശരിക്കും വിഷുവിന് ഒരു പ്രണയഗാനം ഞാൻ പാടിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് ബൽറാം ഏറ്റിക്കര എന്ന ലിറിസിസ്റ്റാണ്. മ്യൂസിക് ബിജിബാലാണ്. എപ്പോഴും അവരുടെ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകമായ വഴികളുള്ള ആളുകളാണ്. ബൽറാമിൻ്റെ ലിറിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ഡിവോഷണൽസ് മുമ്പ് പാടിയിട്ടുണ്ട്. അതും എല്ലാം തന്നെയും എന്തെങ്കിലും എസ് രമേശ് നായർ സാറിൻ്റെ ഒരു ശിഷ്യനാണ് ബൽറാം. വളരെ മൗലികമായിട്ടുള്ള എഴുത്ത് ഉള്ള ആളാണ്. അതുപോലെ ബിജിബാലിൻ്റെ സംഗീതത്തിനും ഒരു പ്രത്യേകതയുണ്ട്. മറ്റാരുടെയും ശൈലി കടം കൊള്ളാതെ തനതായിട്ടുള്ള വഴിയിൽ പോകുന്ന ഒരു കമ്പോസറാണ്. അപ്പോൾ ആ പാട്ട് വളരെ നന്നായിട്ട് എനിക്ക് അത് കേട്ടപാടെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതിപ്പം വിഷുവിന് റിലീസ് ചെയ്തിട്ടുണ്ട്. പാടാം. വിഷു കണി കാണാൻ, വിഷു പാട്ടു കേൾക്കാൻ, ഉഷസുണർന്നു മേടനഭസുണർന്നു, പ്രണയപ്പൂത്തിരി കത്തിച്ചു നീ എൻ്റെ ഹൃദയ പൂമുഖത്തണഞ്ഞു, നീ എൻ്റെ സ്മൃതിതൻ പൂമുഖത്തണഞ്ഞു.
അങ്ങനെ ഒരു പാട്ട്. ഓക്കെ, കേൾക്കുമ്പോൾ തന്നെ വളരെ മനസ്സിന് വളരെ ടച്ച്ഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇതിപ്പോ റിലീസായല്ലേ? ഈ വിഷുവിന് റിലീസ് ചെയ്യുന്നു. ഈ വിഷുവിന് റിലീസായി. എൻ്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി എങ്ങും പൊട്ടിച്ചിരിക്കുന്ന വിഷുപ്പുലരി, അങ്ങനെയാണ് തോന്നുന്നു. ആ പാട്ട് ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളാണ്. അതുപോലെ വിഷു കണി കിളിപ്പൂ കൊണ്ടുവാ മലർ കുടന്നയിൽ തേനുണ്ണാൻ വാ, അത് താരതമ്യേന പുതിയ പാട്ടാണ്. ഇവൻ മേഘരൂപൻ. അതുപോലെ സിനിമകളിൽ വന്ന മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, അങ്ങനെ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിഷുവിനും ഓണത്തിനും ഒക്കെ വരുന്ന പാട്ടുകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വളരെ കുറഞ്ഞു പോകുന്നു. അതിനുള്ള സിനിമകളിലൊന്നും അങ്ങനെ സിറ്റുവേഷൻ. ഇപ്പം നേരത്തെ ഗോതയിൽ പാട്ട് വന്നപ്പോൾ അതിനകത്ത് വിഷുവിന്റെ മെൻഷൻ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ആ എഴുതുന്ന കവിയുടെ ഒരു ഔചിത്യത്തിൽ അങ്ങനെ ചേർക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സുഖം മാത്രമേ ഉള്ളൂ. ഇത്രയും കാലഘട്ടത്തിൽ നിന്ന് ഒരാള് എന്ന രീതിയിൽ സുദീപേട്ടനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ് പരമായി മാത്രം ഒതുങ്ങി പോവുകയാണോ ഈ ആഘോഷങ്ങളെല്ലാം? അങ്ങനെ തോന്നുന്നുണ്ടോ? വിഷുവിന് അങ്ങനെ വലിയ ബിസിനസ് ഒന്നുമില്ല. കണിക്കൊന്ന വിറ്റാൽ എത്ര രൂപ കിട്ടും? പക്ഷെ ഓണം ക്രിസ്മസ് ഒക്കെയാണ് കച്ചവടം, മാർക്കറ്റൊക്കെ ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്നത് ആ സമയത്താണ്. അല്ലെങ്കിൽ വിഷുവിന് ബിസിനസ് ഉണ്ട്. ഇപ്പൊ കണിക്കൊന്നയുടെ പ്ലാസ്റ്റിക് പൂ ചൈനയിൽ നിന്ന് കണ്ടെയ്നർ കണക്ക് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്, അതിന്റെ കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ കോസ്റ്റ്യൂം കുറച്ചൊക്കെ കച്ചവടം ആവുമായിരിക്കും. വേറെ ഒന്നും വിഷു അത്ര ഒരു ബിസിനസ് സംഭവമല്ല വിഷു. അല്ല, ഈ പാട്ടുകളൊക്കെ വളരെയധികം ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും നാളെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ പാട്ടുകൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ സിനിമയിൽ നിന്ന് സംഗീതം സ്വതന്ത്രമായ വഴിയിലേക്ക് ഒഴുകേണ്ട ഒരു കാലത്തേക്കായി. മുമ്പും ഉണ്ടായിരുന്നു സിനിമയിലല്ലാത്ത പാട്ടുകൾ. ഇപ്പം ആകാശവാണി സജീവമായിരുന്നു. സിനിമകളിൽ ഇത്രയും ക്ലാസിക്കായ പാട്ടുകൾ ഉണ്ടാകുന്ന സമയത്തും ആകാശവാണി അല്ലെങ്കിൽ ദൂരദർശനിലൂടെ വളരെ നല്ല പാട്ടുകൾ വന്നുകൊണ്ടിരുന്നു. പിന്നീട് അത് കാലം മാറിയതോടുകൂടി അത്തരം പാട്ടുകളുടെയും ഒരു സാങ്കത്യം കുറഞ്ഞുപോയി. അങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പാട്ടുകളൊന്നും പുതിയതായിട്ട് പ്രൈവറ്റ് ആൽബംസ് വരുന്നുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ അത്ര അധികം എണ്ണം വരുന്നില്ല. പിന്നെ സിനിമകളിൽ അതിനുള്ള സാധ്യത ഇല്ലെന്ന് വെച്ചാൽ സിനിമകളുടെ സബ്ജക്റ്റ് മാറി. ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയിലൊരു അങ്ങനെ ഒരു പാട്ടിന് സ്കോപ്പില്ല. ഈവൻ പ്രണയഗാനങ്ങൾക്ക് പോലും സ്കോപ്പില്ല. കാരണം നായകനും നായികയും പണ്ടത്തെ പോലെ സോ കോൾഡ് ലവ് ട്രാക്ക് ഒന്നും സിനിമകളിൽ വർക്കൗട്ട് ആകുന്നില്ല. എപ്പോഴും പാട്ടുകൾ മെലോഡിയസ് ആവുന്നതും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതും അതിനോടൊരു അറ്റാച്ച്മെന്റ് വരുന്നതും നമ്മുടെ ലൈഫുമായിട്ട് അത് റിലേറ്റ് ചെയ്യുമ്പോഴാണ്. അതിനകത്ത് പ്രണയമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിൽ തന്നെ വിരഹം എന്ത് വേണേലും ആകാമല്ലോ. പല ഭാവങ്ങൾ പ്രണയത്തിനുണ്ട്. അതുകൂടാതെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പാട്ടുകൾ കൂടുതൽ മനസ്സിൽ നിൽക്കുന്നതും കുറേ കാലം നമ്മൾ കൊണ്ടു നടക്കുന്നതും. ഇപ്പം അങ്ങനെ ലൈഫ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്ന പാട്ടുകളാണ്. സിനിമ ഇറങ്ങുന്ന സമയത്ത് അതൊരു ഓളം ഉണ്ടാക്കും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന എല്ലാ പാട്ടും നോക്കിയാൽ ആ സിനിമ ഇറങ്ങുമ്പോൾ ഈ പാട്ടിന് എല്ലാ FM ഇതിലുണ്ടാവും, നിറയെ റീൽസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പുതിയത് വരുമ്പോൾ നമ്മൾ പുതിയതിലേക്ക് പോകും. കാര്യം അത്രയും ഷോർട്ട് ടൈമിലാണ് ഇത് ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല പാട്ടാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് പിന്നെ മടിയിന്ന് പൊങ്ങി വരും. അത് വരും, അത് ഉറപ്പാണ്. ഈ ഒരു കനൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും കെട്ടുപോയില്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തീ പിടിച്ചോളും. അത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആ പാട്ടുകൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏൽക്കുന്നത് എന്ന് ചേട്ടൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ LLB പഠിച്ച ഒരാളാണ്. എങ്ങനെയാണ് ഈ ഒരു സംഗീതത്തിലോട്ട് വരുമ്പോൾ LLB ആയിട്ട് യാതൊരു ബന്ധമില്ലാതെ പോയില്ലേ? അപ്പൊ എങ്ങനെയാണ് അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? LLB എന്നുള്ളതല്ല, നിയമം എന്ന് പറയുന്നത് ഒരു സംഗീതം പോലെ തന്നെ വലിയൊരു കടലാണ്. ഓരോ രാജ്യത്തിനും ഓരോ നിയമ സംഹിതയുണ്ട്. അതിനകത്തിപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് എത്രയോ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം, അല്ലേ? ഇവിടുത്തെ നിയമത്തെ നമ്മൾ അനുസരിച്ച് ജീവിക്കണം. ഇത് ഒരു നിയമമല്ല. ഇതിപ്പം പ്രോപ്പർട്ടി ലോ ഉണ്ട്, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് ഉണ്ട്, ഇവിടുത്തെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അത് തന്നെ നമ്മുടെ ഇപ്പം റൈറ്റ്സിനെയൊക്കെ സംബന്ധിച്ച്, കോപ്പിറൈറ്റ് സംബന്ധിച്ച് അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, സിവിൽ ലോ, ക്രിമിനൽ ലോ എന്നൊക്കെ പറയില്ലേ. ഇതിൽ വക്കീൽമാരെ നോക്കിയാൽ തന്നെ അറിയാം അഡ്വക്കേറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും. അതുപോലെ മ്യൂസീഷ്യൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാടുണ്ട് സംഗീതം. അതിപ്പോൾ നാടൻ പാട്ടുകൾ പാടുന്നവരുണ്ട്, സിനിമ പാട്ട് പാടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ മാത്രം പാടുന്നവരുണ്ട്, ഡിവോഷണൽ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പൂർണ്ണമായ ഡെഡിക്കേഷൻ വേണം. ഇത് രണ്ടിടത്തും കൂടെ ബുദ്ധിമുട്ടാണ്. കാര്യം അത്
പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഒരിടത്തേക്ക് ചുരുങ്ങിയത്. പിന്നെ സംഗീതത്തിൽ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമം നമുക്ക് പാലിക്കാൻ വേണ്ടി വാദിക്കാം. അങ്ങനെ ഞാൻ വാദിക്കുന്ന ആളാണ്. അങ്ങനെ വാദിക്കുന്ന സംഗീതത്തിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം കർണാടക സംഗീതത്തിൽ ഓരോ രാഗത്തിനും ഓരോ എന്താ പറയുക, അതിന് നിയമമുണ്ട്. രാഗപദ്ധതി എന്ന് പറയില്ലേ. ഇപ്പോൾ ഇന്ന 7 സ്വരങ്ങൾ ഉള്ളൊരു രാഗം, മേളകർത്ത എന്നൊക്കെ പറയുമല്ലോ, അത് മേലേക്കും താഴേക്കും 7 സ്വരം തന്നെ വേണം. ചിലത് മേലേക്ക് 6, താഴേക്ക് 5, ചിലത് മേലേക്ക് പോകുന്ന പോലെ അല്ല, തിരിച്ചു വരുമ്പോൾ വക്രമായിട്ട് വരും. ഇതൊക്കെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പാലിക്കണമെങ്കിൽ തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതിനുവേണ്ടി വാദിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു വാദിക്കാന്ന് പറഞ്ഞാൽ വേറൊരാൾ അത് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ശരി ചെയ്യണമെന്ന് വാദിക്കാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഉള്ളിൽ ആ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ പാട്ടിലും അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. അതുപോലുള്ള ശ്രമങ്ങൾ പലതാവുമ്പോഴാണ് ഓരോ പാട്ടും നന്നാവുന്നത്, അല്ലെ ആ പാട്ടിന് അതിൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു രാഗം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെ എന്തിനാണ് നമ്മൾ ഒരു പാട്ടിനെ അല്ലെങ്കിൽ ഒരു രാഗത്തിനെ ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പാലിക്കുന്നത്? ഇപ്പോൾ ദേവരാജ മാസ്റ്റർ ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു സംഗതി പോലും മാറാൻ അദ്ദേഹം സമ്മതിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ നിയമമാണ്, അദ്ദേഹത്തിൻ്റെ റൂൾ. അങ്ങനെയാണ് റൂൾ ചെയ്തത്. അങ്ങനെ റൂൾ ചെയ്ത രാജാവാണ്. എന്താണ്, ദേവരാഗങ്ങളുടെ രാജശില്പി എന്നൊക്കെ പറയുന്നത് റൂളറായിരുന്നു. ഇങ്ങനെ മതിയെന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ ആ നിബന്ധനകളും അവരുടെ ചില കടുംപിടുത്തങ്ങളും ഒക്കെയാണ് ആ പാട്ടിന് അത്രയും ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഡെഫിനേഷൻ നമ്മളും ട്രൈ ചെയ്യുമ്പോൾ, നമ്മൾ ഏത് കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് കുറച്ച് ശ്രമം കൂടുതൽ വേണം. അത് മറ്റൊരാളുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ, അത് ഇപ്പോൾ ഒരു സംഗീത സംവിധായകൻ പറയുന്ന അതുപോലെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പാടുക എന്ന് പറയുന്നത് നീ പറയുന്ന പോലെ ഒരു നിയമം പാലിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണ് ഞാനതിനെ റിലേറ്റ് ചെയ്യുന്നത്. നമുക്ക് വിഷുവിൻ്റെ ഒരു നല്ലൊരു ഗാനം കൂടി ആലപിച്ചതിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി, തങ്കത്തേരിറങ്ങും കുളിരന്തിത്താരകങ്ങൾ, വരവർണ്ണ ദീപരാജിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ഓക്കെ, അപ്പോൾ സുദീപേട്ടൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് സമയം. എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി അനീഷയ്ക്കും കൈരളി TV-യുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, എല്ലാ കാലത്തും കൂടെ നിന്നിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. റിലേറ്റ് ചെയ്ത്, അതെ. അപ്പോൾ LLB ഉണ്ട്, ഇപ്പോൾ നിയമവും ഉണ്ട്, സംഗീതവും ഉണ്ട്, അത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് നിൽക്കുക. ഒരുപാട് പാട്ടുകാരുണ്ട് LLB പാസ്സായവർ, പക്ഷെ പലരും ഇപ്പോഴും ആ ജോലി ചെയ്യുന്നില്ല. ഇപ്പം ഞങ്ങളുടെ ഗായക സംഘടനയുടെ സെക്രട്ടറി രവിശങ്കറും LLB കഴിഞ്ഞിട്ട് കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്ത ആളാണ്. എറണാകുളത്തെ അതുപോലെ ഗായകൻ റജു ജോസഫ് LLB പാസ്സായ ആളാണ്. പിന്നെ ആരോ പറഞ്ഞിരുന്നു, എനിക്ക് കൃത്യമാണോന്ന് അറിയില്ല, ഹരിഹരൻ സാർ ലോ ഗ്രാജുവേറ്റ് ആണെന്ന് ആരോ പറഞ്ഞിരുന്നു, സിംഗർ ഹരിഹരൻ. ഇവരെല്ലാരും ഇതിലുള്ള നിയമം പാലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ LLB? ഒരിക്കലും അല്ല, അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ ആ സമയത്ത്. LLB പഠിക്കാൻ പോകുന്ന സമയത്ത് നാട് നന്നാക്കി കളയാമെന്നോ അല്ലെങ്കിൽ കുറെ അനീതിക്കെതിരെ സിനിമകൾ കാണുന്ന പോലെ കോടതി പോയി കുറെ ബാധിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാനന്ന് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചാണ് അതിന് ജോയിൻ ചെയ്തത്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ അന്ന് എങ്ങനെയാണല്ലോ, നമുക്ക് നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി പാസ്സായാൽ ഒരാൾക്ക് തൊഴിൽ ഗ്യാരണ്ടി എന്നാണല്ലോ. MBBS പാസ്സാകുന്ന എല്ലാവരും ഡോക്ടേഴ്സായി മാറാറുണ്ട്, പക്ഷേ LLB പഠിച്ച എല്ലാവരും അഡ്വക്കേറ്റായി മാറാറില്ല. കുറേ പേര് മറ്റ് ജോലികളിലേക്ക് പോകാറുണ്ട്. അതിനകത്ത് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്താ പറയുക, മനസ്സർപ്പിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെയാണ് നല്ല നല്ല വക്കീലന്മാരായിട്ട് മാറുന്നത്, അതുപോലെ നിയമജ്ഞന്മാരായിട്ടും ന്യായാധിപന്മാരായിട്ട്. അതെ, ന്യായാധിപന്മാരായിട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ, ഞങ്ങൾ ഒന്നിച്ച് പ്രീ ഡിഗ്രിയും ലോ കോളേജിലൊക്കെ പഠിച്ച ഒരാൾ ഇന്ന് ഹൈക്കോടതി ജഡ്ജിയാണ്, P. കൃഷ്ണകുമാർ. അതുപോലെ പല ആളുകളും ഞങ്ങളോട് പഠിച്ചവരിപ്പം പലയിടത്തും മുൻസിഫായിട്ടും അല്ലെങ്കിൽ ജഡ്ജസായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ലീഡിങ് ഹൈക്കോടതി ലോയേഴ്സ് ഉണ്ട്, സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും പലയിടത്തും വെച്ച് നമ്മളെ കാണുമ്പോൾ, പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ വന്ന് കാണുക, സംസാരിക്കുകയൊക്കെ ചെയ്യും പല സുഹൃത്തുക്കളും. അപ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലൊന്നും ഇതുവരെയ്ക്കും കോടതിയിൽ പോയോ? ഒരു വർഷത്തോളം ഞാൻ കൈരളി TV-യിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കൈരളി TV-യിലെ ന്യൂസിലെ ശരത്ചന്ദ്രനും ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് റൂംമേറ്റ്സ് ആയിരുന്നു LLB-ക്ക്. ഞങ്ങൾ ഒന്നിച്ചാണ് തിരുവനന്തപുരത്ത് ലോ പഠിക്കാൻ വന്നത്.
ഞങ്ങൾ ഒന്നിച്ച് ഒരു അഡ്വക്കേറ്റിൻ്റെ ഹരിഹരപുത്രൻ സാറിൻ്റെ ഹൈക്കോടതി അഡ്വക്കേറ്റ് ഹരിഹരപുത്രൻ സാർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാമകൃഷ്ണൻ സ്വാമി അവരുടെ ഓഫീസിൽ ഞങ്ങൾ ഒരു വർഷത്തോളം ഞാൻ പോയിട്ടുള്ളൂ. ശരത്ത് കൂടുതൽ കാലം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശരത്ത് കൈരളി ടി വിയിൽ ന്യൂസ് പ്രസൻറ്ററായിട്ട് വരുന്നത്. അപ്പം ശരത്ത് പക്ഷേ കൈരളി വന്നിട്ടും ഇതുപോലെ തന്നെ ഒരു ജഡ്ജിയുടെ റോളിൽ പല ആളുകൾ തമ്മിൽ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുവിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് സ്ഥലം മാറി എന്നുള്ളതേ ഉള്ളൂ. ഏകദേശം സാമ്യമുള്ള ജോലിയാണ് ചെയ്യുന്നത്. മാത്രമല്ല കുറച്ചുകൂടെ ഈ നിയമകാര്യങ്ങളാണെങ്കിലും ന്യായവും ഓരോ കാര്യത്തിലും ന്യായമാണല്ലോ തീർപ്പ് കൽപ്പിക്കുന്നത്. അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക്. പക്ഷേ ആ റോള് തീരെ ചേരുന്നതൊന്നല്ല എന്ന് മനസ്സിലാക്കിയത് നിർത്തിയതാണ്. അത് മാത്രമല്ല പഠിക്കുന്ന കാലത്ത് എല്ലാത്തിലും കലാപ്രതിഭയായിരുന്നു അല്ലേ ചേട്ടൻ? അതെ, സ്കൂൾ കാലത്ത്. അപ്പോൾ ആ സമയത്ത് ഇപ്പൊ തന്നെ പറയുന്നുണ്ട് സംഗീത, അതായത് സിംഗേഴ്സിന്റെ ഇടയിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയപ്പെടാറുണ്ട് ഇല്ലേ? അത് ഞാൻ ഈ സ്കൂൾ കാലത്തൊക്കെ മിമിക്രി മത്സരങ്ങളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൂച്ചകരയെന്ന് പട്ടികരയെന്ന് ട്രെയിനിൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞതുപോലെ തുടങ്ങിയതാണ് ഒരു 5ാം ക്ലാസ് മുതൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ആളുകളെ ഒബ്സർവ് ചെയ്യുന്നത് അവരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് പക്ഷേ പലപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കില്ല. എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ അയാളുടെ മാനറിസങ്ങൾ ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയും, ശബ്ദം പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആളുകൾ അത് മിമിക്രി ആയിട്ട് വിചാരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഒരു മൈക്ക് തന്നിട്ട് സ്റ്റേജ് കയറ്റി എടുത്തിട്ട് ഒരു മിമിക്രി പറയാൻ പറഞ്ഞതിനെ കൊണ്ട് അത് സാധിക്കുന്നില്ല, പറ്റില്ല. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയിലല്ല പോകുന്നത്. പലപ്പോഴും ആളുകളുടെ മാനറിസങ്ങളും ശബ്ദവും ഒക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്. നമ്മുടെ പാട്ടുകാരുടെ കൂട്ടായ്മകളിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ സമയമില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കാണിക്കാൻ പറ്റും. അല്ല അങ്ങനെ ഒരു ഇന്നലെ ഞാനും ശരത്തും എൻ്റെ പ്രൊഡ്യൂസർ അമൃതയായിട്ട് സംസാരിച്ചുകൊണ്ട് അപ്പോൾ MA ബേബി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബേബി സാറിനോട് സംസാരിച്ചപ്പം നാളെ എൻ്റെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞത് ബേബി സാർ എന്തായിരിക്കും പറയാൻ സാധ്യത എന്ന് ചോദിച്ചു. പറഞ്ഞു ദേവരാജൻ മാഷിൻ്റെ ശിഷ്യനും അതുപോലെ MJ ചന്ദ്രൻ്റെ സംഗീത സംവിധാനത്തിൽ എത്രയോ പാട്ടുകൾ പാടിയ എന്ന് പറഞ്ഞാൽ അപ്പം ഫോണിൽ കൂടെ പറയാം. അവർ അയ്യോ ബേബി സാർ പറയണ പോലെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതും കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്യാനാണല്ലോ പരിപാടി. കാര്യം നമ്മൾ ഈ മറ്റൊരാളുടെ പാട്ട് പാടുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശൈലി കൃത്യമായിട്ട് പിന്തുടരാൻ ശ്രമിക്കും. പിന്നെ ഞങ്ങളൊക്കെ ഗാനമേളയ്ക്ക് പാടി തുടങ്ങിയ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് അതേപോലെ പാടുക എന്നുള്ളതായിരുന്നു. ഇടയ്ക്കൊരു ചുമയുണ്ട്, ചുമ കൂടെ വേണം, ഇല്ലെങ്കിൽ ആളുകൾ പോവും. അങ്ങനത്തെ ഒരു ഗാനമേള കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ തുടങ്ങിയത്. അപ്പോൾ യേശുദാസ് സാറിൻ്റെ പാട്ടുകളൊക്കെ തുടക്കകാലത്തിൽ നമുക്ക് ആ ഒരു അതേപോലെ തന്നെ പാടണമെന്നുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ റെക്കോർഡിങ്ങിലേക്കൊക്കെ വന്ന് നമ്മുടെ പാട്ടുകൾ നമ്മുടേതായ ശബ്ദത്തിൽ പാട്ടുകൾ പാടി വന്നപ്പോൾ മനസ്സിലായി അതൊരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല. അവർ പാടിയതിൻ്റെ ആ ഒരു ഫീലും എക്സ്പ്രഷനും ആ മോഡുലേഷൻസും അതിൻ്റെ ആത്മാവും ഒക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അല്ലാതെ ഒരു അതേപോലെ പാടുക എന്നുള്ളത് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. ചേട്ടാ ഇനിയിപ്പോൾ പുതിയ പ്രോജക്ട്സുകളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ സിനിമ ഇപ്പോൾ ഉടനെ റിലീസാവുന്നത് ഹരിഹര വീരമല്ലു. അത് തെലുങ്ക് സിനിമയാണ് ഒറിജിനൽ. പക്ഷേ അത് തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം ഭാഷകളിൽ റിലീസ് ചെയ്യുന്നതാണ്. എനിക്ക് ആ സിനിമയെ സംബന്ധിച്ചുള്ള സന്തോഷം കീരവാണി സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടാൻ പറ്റി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഈച്ച എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പാടിയിട്ടുണ്ട്. ഇതിപ്പം 2ാമത്തെ സിനിമയാണ് പാടുന്നത്. പക്ഷേ അതിലൊരു സങ്കടമുള്ളത്, അതിൽ പാടാൻ എന്നെ വിളിച്ചത് മങ്കമ്പു ഗോപാലകൃഷ്ണ സാറാണ്. അപ്പോൾ അത് പാടാൻ ഞാൻ ഹൈദരാബാദിൽ പോയി പാടിയപ്പോൾ അന്ന് ഗോപാലകൃഷ്ണ സാറിന് സുഖമില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് ലിറിക്സ് തന്നിട്ട് പറഞ്ഞു ഇത് അവിടെ ചെന്ന് പാടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേണ്ടി വന്നില്ല, അദ്ദേഹം കൃത്യമായിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ അത് പാടിക്കഴിഞ്ഞ് അദ്ദേഹം ഈ പാട്ട് കേട്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു നന്നായിട്ടുണ്ട് മിടുക്കൻ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വലിയ സന്തോഷത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓഡിയോ റിലീസിൻ്റെ തലേദിവസവും വിളിച്ചിരുന്നു. നാളെ നമ്മുടെ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ 50 വർഷം സിനിമാ രംഗത്ത് 50 വർഷം ആഘോഷിക്കുന്ന ഒരു പരിപാടി ചെന്നൈയിൽ പാടാൻ ആ പ്രോഗ്രാമിനും എന്നെ ക്ഷണിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ആഘോഷ പരിപാടി നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മങ്കമ്പ സാറ് മരിച്ചുപോയി. അതൊരു സങ്കടമായിപ്പോയി. അദ്ദേഹം മരിച്ചുപോയിട്ടും അതൊരു അനുസ്മരണ പരിപാടിയായിട്ട് ചെന്നൈയിൽ നടത്തി ഞാൻ പോയി പങ്കെടുത്തിരുന്നു. പക്ഷേ എന്നാൽ അതൊരു സങ്കടമാണ്. അദ്ദേഹം ആ പാട്ട് കേട്ടല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. പലപ്പോഴും അങ്ങനെയാണല്ലോ ഈ കവികളൊക്കെ എഴുതി അവർ കൊടുത്തിട്ട് അവർ ചിലപ്പം പൊയ്ക്കളയും എന്ന് പറഞ്ഞാൽ അത് ഒരു നിയോഗം അല്ല കാലത്തിൻ്റെ ഒരു
നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും വലിയ ഒരു കവി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു, ഗോപാലകൃഷ്ണൻ സാറിനെ. അതുപോലെ വേറൊരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ ഒരു സംഗീത സംവിധായകൻ എബി ഡേവിഡ് മ്യൂസിക് ഡയറക്ടർ ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ MA നിഷാദിൻ്റെ പുതിയ സിനിമ വരുന്നുണ്ട്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിനീഷ് തമ്പാൻ എന്ന് പറഞ്ഞ ആളാണ്, അതും പാടിയിട്ടുണ്ട്. പിന്നെ 1-2 പുതിയ പ്രൊജക്റ്റുകൾ ഇതുപോലെ പുതിയ സംഗീത സംവിധായകർ പാടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ തോന്നുന്നു ആ ഒരു ഡിഫറൻസ്? ഒരു പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്തതിന് ശേഷം പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്താ? അത് വ്യത്യാസം റെക്കോർഡിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ഗായകർക്ക് അങ്ങനെ വ്യത്യാസമില്ല. ഈ സംഗീതത്തിലെ ശൈലികൾ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ പഴയ സംഗീത സംവിധായകരുടെ കാഴ്ചപ്പാടല്ല പുതിയ സംഗീത സംവിധായകരുടെ, അല്ലെങ്കിൽ എഴുത്തുന്ന വാക്കുകളിലും വ്യത്യാസങ്ങളൊന്നും, ആലാപന ശൈലിയിൽ നമുക്ക് അങ്ങനെ കാര്യമായ വ്യത്യാസമൊന്നും കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. തുറന്നു പറഞ്ഞാൽ ഞാനിപ്പോഴും ഒരു പഴയ സ്കൂള് പിന്തുടർന്ന് പാടുന്ന ഒരാളാണ്, അല്ലാതെ പൂർണ്ണമായിട്ടും ഇന്നത്തെ ഒരു രീതിയിലേക്ക് മാറി പാടാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാനതുകൊണ്ട് ഈ പഴമയുടെ ഒരു സൗന്ദര്യം നിർത്തിക്കൊണ്ട് തന്നെ ആലാപനത്തിൽ പുതുമ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടാ, നമുക്ക് വിഷുവിൻ്റെ ഒരു നല്ലൊരു ഗാനം കൂടി ആലപിച്ചതിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം. ഒരു പാട്ട് കൂടി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി, തങ്കത്തേരിറങ്ങും കുളിരന്തിത്താരകങ്ങൾ, വരവർണ്ണ ദീപരാജിയ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ഓക്കെ, അപ്പോൾ സുദീപേട്ടൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് സമയം. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു എന്നതാണ് എൻ്റെ വിഷുവിന് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് സുദീപേട്ടൻ്റെ നിന്ന്. അപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ ഇനിയും ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുമയിലേക്ക് വരട്ടെ. നല്ല നല്ല പാട്ടുകൾ ഇനിയും സമ്മാനിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി അനീഷയ്ക്കും കൈരളി TV-യുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, എല്ലാ കാലത്തും കൂടെ നിന്നിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു.